നമ്മൾ രക്ഷിതാക്കൾക്കൊക്കെ നമുക്കൊരു അമിത വിശ്വാസമാണ് നമ്മുടെ കുട്ടികളെ. ഇവർ തെറ്റൊന്നും ചെയ്യില്ല, അല്ലെ എൻ്റെ കുട്ടി തെറ്റൊന്നും ചെയ്യില്ല, അതിലൊന്നും പെടില്ല. ഇനി നമ്മളെ കുട്ടിയെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ എവിടെയെങ്കിലും കണ്ടു എന്ന് ആരെങ്കിലും നമ്മൾ പറഞ്ഞാൽ സാധാരണ രക്ഷിതാക്കൾ ആ പറഞ്ഞ ആളുകളോട് ദേഷ്യപ്പെടുകയും കളവ് പറയരുത്, എൻ്റെ മോനെക്കുറിച്ച് അങ്ങനെ ഇല്ലാത്തത് പറഞ്ഞ് വെറുതെ അപവാദം പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പറഞ്ഞ ആളോട് അല്ലെങ്കിൽ ഉപദേശിച്ച ആളോട് തട്ടിക്കയറുന്ന സ്ഥിതി നമ്മുടെ സമൂഹത്തിലില്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത്തരം ലഹരിയിലേക്കും ഇത്തരം അനാവശ്യ കാര്യങ്ങളിലേക്കും അവരെത്തിപ്പെടാൻ അവരെ എളുപ്പത്തിൽ എത്തുന്നത് എന്നുള്ളത് പലപ്പോഴും രക്ഷിതാക്കൾ തിരിച്ചറിയാറില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും കുട്ടികളെ മുകളിൽ ഒരു കണ്ണും അവരെ ശ്രദ്ധയും ഉണ്ടാവുക. ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾ നമ്മളടുത്ത് പറയുകയാണെങ്കിൽ അത് ശരിയാണോ, അങ്ങനെ ഉണ്ടോ, അവൻ അതിൽ പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിലേക്ക് അവൻ പോകുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും അതിനനുസരിച്ച് അവരെ ഉപദേശിച്ച് നിഷ്കർഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും ആ തുടക്കത്തിൽ തന്നെയാണ് ഈ കുട്ടികളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷേ പലപ്പോഴും ഏറ്റവും അവസാനമാണ് രക്ഷിതാക്കൾ ഇത് അറിയുന്നത്, അവരെ കുട്ടികൾ ഇങ്ങനെയൊക്കെ പെട്ടിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, വളരെ പ്രയാസപ്പെടുന്ന അവസ്ഥയിലേക്ക് ഒട്ടനവധി പാരൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമുക്കൊരു അമിത വിശ്വാസം നമ്മുടെ കുട്ടികൾ തെറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അവരെപ്പോഴും നമ്മൾ വിശ്വസ്തരായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുക. വളരെ വിശ്വസ്തമായിട്ട് അവർ നമ്മളെ പറ്റിക്കും. അത് പറ്റിക്കപ്പെടുന്നത് ഏറ്റവും അവസാനമാണ് പലപ്പോഴും പാരൻസ് അറിയുക എന്നുള്ളത് തിരിച്ചറിയാനെങ്കിലും ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടം നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരും എന്നുള്ളത് നമ്മളെല്ലാവരും ഓർക്കണം.